ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ കൈത്തണ്ടയിലെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വ്യായാമങ്ങളാണ്. ഇത് സ്ത്രീകൾക്കാണ് കൂടുതലും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഓക്കെ, ഈ നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ എന്ന് പറയുന്നത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ, ഓവറായിട്ടുള്ള ഒരു തടിയായിരിക്കും നമ്മുടെ കൈകൾക്കൊക്കെ ഉണ്ടാവുന്നത്. അപ്പം ഇതിനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന എക്സസൈസുകളാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോൾഡർ മസിലിനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ ഷോൾഡർ മസിൽ അതേ കണക്ക് നിങ്ങളുടെ ഈ ഒരു ഭാഗത്തെ മസിൽസ്, ഈ ട്രൈസെപ്സിന്റെ മസിൽസിനെയൊക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ അവിടുത്തെ ഫാറ്റിനെ നല്ല രീതിയിൽ നമുക്ക് കുറച്ചെടുക്കാനും പറ്റുന്നതായിരിക്കും. യാതൊരു എക്യുപ്മെന്റ്സുകളും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതേ കണക്ക് ഒരു ചെയറിൽ ഇരുന്നുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ്. ദിവസവും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന സമയത്തൊക്കെ ഒരു 10 മിനിറ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മാക്സിമം ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും നിങ്ങളിത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, എന്നാലും നമുക്ക് റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസുകളാണ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാനിത് മുഴുവനായിട്ട് കാണിച്ചു തരുന്നില്ല. ഓക്കെ, ഞാൻ വീഡിയോ ലെങ്ത് ആയി പോകും. അതുകൊണ്ട് ഞാൻ എത്ര റെപ്പിറ്റേഷൻ ചെയ്യണമെന്നും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡറിന് വേണ്ടിയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കൈകൾ ഇതേ കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. ഓക്കെ, ഇങ്ങനെ ബെൻഡ് ആക്കിയല്ല, ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. അതിനുശേഷം പതുക്കെ നിങ്ങൾ ഇതേ കണക്ക് റൊട്ടേറ്റ് ചെയ്യുക. ഇതേപോലെ 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇങ്ങനെ 10 എണ്ണം ചെയ്തതിന് ശേഷം തിരിച്ച് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പം ഇത് ചെയ്യുന്നുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രായമൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, നമുക്ക് ഈ ഒരു ഭാഗത്ത് ഭയങ്കര ഒരു ടൈറ്റ്നെസ്, ഒരു ടൈറ്റ് ഫീൽ ചെയ്യും. ഓക്കെ, നമ്മുടെ കൈകളൊന്നും ഇങ്ങനെ മുകളിലോട്ടൊന്നും ഉയർത്താൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ഷോൾഡർ സ്ട്രെങ്തനിങ് എക്സസൈസ് ആണിത്. അപ്പം ഇതേ കണക്കാണ് നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ 10 റെപ്പിറ്റേഷൻ വെച്ച് ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് രീതിയിലാണ് ചെയ്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 20 തൊട്ട് 25 എണ്ണമെങ്കിലും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡറിന് വേണ്ടി തന്നെയുള്ളതാണ്. അത് ചെയ്യാനായിട്ട് നിങ്ങൾ കൈകളുടെ ഇങ്ങനെ വെക്കുക. ഇവിടെ ഇങ്ങനെ ഇതേ കണക്ക് നിങ്ങൾ പിടിക്കുക. ഓക്കെ, അതിനുശേഷം സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം 1, ഇതേപോലെ 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇങ്ങനെ നിങ്ങളൊരു 20 തൊട്ട് 25 റെപ്പിറ്റേഷൻ ആണ് അടുത്തായിട്ട് ചെയ്യേണ്ടത് ഷോൾഡറിന് വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മുടെ മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ഷോൾഡറിന് വേണ്ടി തന്നെയുള്ളതാണ്. കൈകൾ ഇതേ കണക്ക് നിങ്ങൾക്ക് പിടിക്കാം. ഓക്കെ, പിടിച്ചതിന് ശേഷം നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. ഓക്കെ, ഇത് കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് തന്നെ 1, 2, 3, 4, 5, 6, 7. ഓക്കെ, ഇതേ കണക്കാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നിങ്ങളൊരു 15 റെപ്പിറ്റേഷൻ എങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്യുക. അതിനുശേഷം തിരിച്ച് ഇതേപോലെ. ഓക്കെ, 1, 2, 3, 4, 5, 6, 7. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഷോൾഡറിന്റെ 3 എക്സസൈസ്. ഇനി നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ നമ്മുടെ കൈകളുടെ കൈത്തണ്ട വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന വ്യായാമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേ കണക്കിരിക്കുക. ഇരുന്നതിന് ശേഷം ഈ ഒരു പൊസിഷനിലായിരിക്കണം നിങ്ങൾ ഇരിക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ആരംഭിക്കാം. ഇതേപോലെ 1, ഇതേപോലെ കൈ മടക്കി ഇതേപോലെ കൊണ്ടുവന്ന് നിങ്ങളുടെ കൈപ്പത്തി കൊണ്ടുവന്ന് നിങ്ങളുടെ ഷോൾഡർ ഭാഗത്തായിട്ട് തൊടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, 1, മാക്സിമം ഇതേ കണക്ക് തന്നെ താഴോട്ട് നിവർത്തി താഴോട്ട് കൊണ്ടുപോവുക. 2, 3, 4,
5, നല്ല എക്സസൈസ് ആണത്. 6, 7, 8, 9, 10. ഓക്കെ, ഇതേ കണക്ക് 25 റെപ്പിറ്റേഷൻ നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഈ ഒരു ഭാഗത്തെ ഫാറ്റിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്. ഓക്കെ, ഈ ബൈസെപ്സിന്റെ ഭാഗത്തെ ഫാറ്റിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു നല്ല വ്യായാമമാണ്. രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതേ കണക്കുന്ന സ്ട്രെയിറ്റ് ആയിട്ട് ഇട്ടതിനു ശേഷം കൈകൾ ഇതേപോലെ സൈഡിലോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. ഓക്കെ, ഞാൻ ഈ പിടിച്ചിരിക്കുന്ന കണക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചതിന് ശേഷം 1. ഓക്കെ, കൈ മടക്കി നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങാം. ഓക്കെ, ഷോൾഡറിന്റെ ഭാഗത്തായിട്ട് നിവർത്തുക, നല്ല രീതിയിൽ കൈ നിവർത്തുക. 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇപ്പൊ തന്നെ എന്റേതാ ഈ ഒരു ഭാഗത്തെ ആ ഒരു മസിൽസ് ഒക്കെ നല്ല രീതിയിൽ പെയിൻ, വേദന അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തിന് നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. നല്ല എക്സസൈസുകളാണ്. നിങ്ങളുടെ കൈത്തണ്ട വണ്ണം നിങ്ങൾക്ക് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എക്യുപ്മെന്റ്സുകളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗത്തെ ഫാറ്റിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന എക്സസൈസ് ആണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൈ ഇതേ കണക്ക് പിടിക്കുക. ഓക്കെ, മുകളിലോട്ട് ഇങ്ങനെ ഇതേ കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. അതിനുശേഷം ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ താപ്പോട്ട് ഇതേ കണക്ക് കൈ കൊണ്ടുവരിക. 1, 2, 3. കൈ മുകളിലോട്ട് നല്ലോണം ഇതേ കണക്ക് നിവർത്തണം. ഓക്കെ, പൊക്കണം ഇതേപോലെ. 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ഒരു 25 പ്രാവശ്യം 25 റെപ്പിറ്റേഷൻ ആണ് ചെയ്യേണ്ടത്. ഈ ഒരു ഭാഗത്തെ മസിൽസിനെ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തെ ഫാറ്റിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന എക്സസൈസ് ആണ്. അപ്പം വീണ്ടും നമുക്ക് നമ്മുടെ ഈ ഒരു ഭാഗത്തെ ആ ഒരു പേശികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതേ കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് തന്നെ നിങ്ങളുടെ ഒരു കൈ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ കണക്ക് പിടിക്കാവുന്നതാണ്. അതിനുശേഷം ഇതേപോലെ 1, മാക്സിമം ബാക്കിലോട്ട് ഇതേ കണക്ക് കൈ നിവർത്തി തന്നെ കൊണ്ടുപോകണം. ഓക്കെ, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ നിവർത്തി ബാക്കിലോട്ട്. ഓക്കെ, അതിനുശേഷം ഇവിടം വരെ നിങ്ങൾക്ക് കൊണ്ടുവരാം. 2, 3, 4, 5, 6. ഈ ഒരു ഭാഗത്തെ ആ ഒരു കൊഴുപ്പിനെ കുറയ്ക്കാൻ വളരെയേറെ സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. 7, 8, 9, 10. ഓക്കെ, ഇങ്ങനെ 25 പ്രാവശ്യം 25 എണ്ണം നിങ്ങൾ ചെയ്യുക. 25 റെപ്പിറ്റേഷൻ ചെയ്യുക. അതിനുശേഷം അടുത്ത ഭാഗത്തായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതേപോലെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, നമുക്ക് ഒറ്റ എക്സസൈസും കൂടെ ഉള്ളൂ. അത് ചെയ്യാനായിട്ട് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇറങ്ങിയ ശേഷം നിങ്ങളുടെ കൈ ഇതേ കണക്ക് നിവർത്തി പിടിക്കുക. ഓക്കെ, ഇതേ കണക്ക് നിവർത്തി പിടിക്കുക. അതിനുശേഷം ഇതേപോലെ 1, 2, 3, 4, 5, 6, 7. നല്ല എക്സസൈസ് ആണ്. 8, 9, 10, 11, 12. അപ്പം ഇതേ കണക്ക് 25 റെപ്പിറ്റേഷൻ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആണ്, തുടക്കത്തിലൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു മസിൽസിനൊക്കെ നിങ്ങളുടെ പേശികൾക്കൊക്കെ പെയിൻ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അത് പെയിൻ അനുഭവപ്പെട്ടു എന്ന് കരുതിയിട്ട് നിങ്ങൾ നിർത്തിയിട്ട് പോകരുത്. ആ റെപ്പിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ആ റെപ്പിറ്റേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ.
മിക്കവാറും ആൾക്കാരൊക്കെ ഈ വേദന വരുമ്പോഴത്തേക്ക് ഇത് വേറെന്തോ പ്രശ്നമാണെന്ന് കരുതി ഇത് നിർത്തിയിട്ട് പോയി കളയും പേടിച്ചിട്ട്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ആ പെയിൻ നിങ്ങൾക്ക് അവിടെ അനുഭവപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അവിടുത്തെ ആ ഒരു മസിൽസ് ആക്ടിവേഷൻ ആവുന്നതിന്റെ ഒരു സൂചനയാണ്. ഓക്കെ, പെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൊഴുപ്പിനെ കുറയ്ക്കാനാണെങ്കിലും അത് നമുക്ക് പേശികളെ ദൃഢപ്പെടുത്താനാണെങ്കിലും എല്ലാം നമുക്ക് പെയിൻ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ ഉണ്ടാവണം. അല്ലാതെ പെയിൻ ഒന്നും ഇല്ലാതെ നമ്മൾ വെറുതെ കിടന്ന് എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവുന്നതല്ല. ഓക്കെ, അപ്പം നിങ്ങൾ ആ കാര്യം ഓർക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുവാറേ.